മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടം ബാറാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ പൈലറ്റുമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടു. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയേക്കും. വിദേശത്തുള്ള യുവതി നൽകിയ കേസിൽ ജാമ്യം കിട്ടുന്നത് 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി. ഐക്യനീക്കത്തിൽ വെള്ളാപ്പള്ളിയുടേത് തന്ത്രപരമായ സമീപനമെന്ന് ജി സുകുമാരൻ നായർ. പത്മഭൂഷണ് പിന്നിൽ രാഷ്ട്രീയമെന്നും പ്രതികരണം. NSSനെ തള്ളാതെ വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യം. സുകുമാരൻ നായർ മാന്യനും നിഷ്കളങ്കനും, തന്നെ മുസ്ലിം വിരോധിയാക്കി കത്തിച്ചു കളയാൻ ശ്രമമെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പരിശോധന SDPI പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച്. ചാവക്കാട്ടെ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾ ജയിലിൽ തന്നെ. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. സംസ്ഥാനത്തിന് ആഭ്യന്തര വളർച്ച കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 6.19% തനത് നികുതി വരുമാനം 3.1% കൂടിയെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ.